വെൽക്കം ടു സി വിത്ത് എൽസ. നമ്മുടെ നസീർ സാറിന്റെ മെമ്മറി വീഡിയോ പോയപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചില്ലേ, അതുപോലെ കമന്റ് ഒക്കെ അയച്ചു. ഒരു പേപ്പർ കട്ടിംഗ് ആണ് അയച്ചു തന്നത്. അവരെല്ലാം ചോദിച്ചത് ഒരു നസീർ സാറിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു നമ്പൂതിരി സാറിന്റെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. സനു സുഖല്ലേ? അതെ അതെ, ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. എനിക്ക് നസീർ സാറിനെ അടുത്തുനിന്ന് കാണുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷം. സാറിന്റെ സ്കൂളിൽ പോയപ്പോഴേ സാറ് പിള്ളേരൊക്കെ മണ്ടിപ്പെണ്ണിന്ന് വിളിക്കുമായിരുന്നു ഞാൻ കേട്ടു. വിളിക്കുമായിരുന്നു. അതുപോലെ എന്നെ ഒന്ന് വിളിക്കൂ. മണ്ടിപ്പെണ്ണി എന്താണ് എലിസബത്തെ, ഇങ്ങനെ ഒരു കാഴ്ചക്ക് ഇടം വന്നത് വളരെ സന്തോഷം. സന്തോഷം സന്തോഷം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നസീർ സാർ അദ്ദേഹത്തെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത്, എന്തൊക്കെയാണ് ആ ഒരു അനുഭവങ്ങളെന്നൊക്കെ അദ്ദേഹം നമുക്ക് ഷെയർ ചെയ്യും. അപ്പൊ സാർ എങ്ങനെയാണ്, എത്ര വയസ്സിലാണ് സാറിനെ കണ്ടാലും നസീർ സാറിനെ പോലെ ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞത്? ഞാൻ സ്വയം തിരിച്ചറിഞ്ഞതല്ല. ഒരു 10-15 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മാവിൻ്റെ കൂടെ സിനിമയ്ക്ക് പോകുമായിരുന്നു. അമ്മാവിൻ്റെ മക്കളെയും എന്നെയൊക്കെ കൂടെ അമ്മാവൻ കൊണ്ടുപോകായിരുന്നു. അപ്പം ചില പടങ്ങൾ, നസീറിൻ്റെ പടങ്ങളായിരുന്നല്ലോ അന്ന് കൂടുതൽ. അത് കാണുമ്പോൾ ഈ അമ്മാവിൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവർ എൻ്റെ സാമ്യം പറയുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാർ പറയുമായിരുന്നു. പിന്നെ മറ്റ് ചില അടുത്ത ബന്ധുക്കളുമൊക്കെ പറയായിരുന്നു. പക്ഷേ അതെനിക്കൊരു വിസ്മയമായിട്ടാണ് തോന്നിയത്. കാരണം അക്കാലത്ത് ഞാൻ ഈ ബാഹ്യമായ ഭംഗിയിലൊന്നും അത്ര ശ്രദ്ധിക്കാതെ എപ്പോഴും കളിച്ചും വെയിൽ കൊണ്ടും പപ്രശനായിട്ടൊക്കെ അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ പലരും ഒരു വേണ്ടവണ്ണം നടക്കുന്നില്ല എന്നൊരു അർത്ഥത്തിൽ ഇങ്ങനെ കളിയാക്കുമായിരുന്നു, വൃത്തിയായിട്ട് നടക്കണമെന്നൊക്കെ. അപ്പോൾ അതങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അപ്പം ഞാൻ സ്വയമേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്, ഞാൻ അത്ര ഇതൊന്നും ഉള്ള ആളല്ല, ഒരു കാഴ്ചയ്ക്കൊന്നും വലിയ മെച്ചമൊന്നും ഉള്ള ആളല്ല എന്നുള്ള ധാരണയിൽ ഒരു നൈരാശ്യത്തിലൊക്കെ തന്നെയാണ് ഇടയ്ക്ക് നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയൊക്കെ കാണുമ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഇവർ പറയുക. അപ്പോൾ എനിക്കൊരു അത്ഭുതമായി. ചിലപ്പോൾ കളിയാക്കുമായിരിക്കുമോ എന്ന് വിചാരിച്ചു. അന്ന് വീട്ടിൽ നല്ലൊരു കണ്ണാടിയൊന്നും വലുതായിട്ടൊന്നും ഇല്ല, ചെറിയ കണ്ണാടിയൊക്കെ ഉള്ളത്. അപ്പോഴും ഇങ്ങനെ ഈ സിനിമ കാണുമ്പോഴൊക്കെ ഇവരിങ്ങനെ പറയുമ്പോഴൊക്കെ വലിയ അത്ഭുതമായിട്ടും ഒക്കെ തോന്നി, സന്തോഷവും തോന്നി, അഭിമാനവും തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒട്ടും ഭംഗിയില്ലാത്ത ഒരാളാണല്ലോ എന്ന് വിചാരിച്ച് നടന്ന ആളിനെ ഇങ്ങനെ ഏറ്റവും ഭംഗിയുള്ള ഒരാളിനോട് സാമ്യപ്പെടുത്തി വരുമ്പോഴത്തേക്ക് ആ ഒരു വിസ്മയം നമുക്ക് തീർച്ചയായിട്ടും പറയാനൊക്കെ. അങ്ങനെയായിരുന്നു ആദ്യത്തെ അനുഭവം. അപ്പം സാറിന് എപ്പോഴാണ്, ഞാൻ വായിച്ചതാണ്, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയെടുത്തെന്ന് ഈ പറഞ്ഞ കാര്യമാണ് സാറിനെ ആ ഒരു ഇതൊന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു. എപ്പോഴാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ചിന്ത വന്നത്? അത് ചില കൂട്ടുകാർ കളിയാക്കുമായിരുന്നു. ഇയാളുടെ മുഖം കണ്ടോ, അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അത് ഏത് അർത്ഥത്തിലാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഗൂഢബുദ്ധികൾ വല്ല പ്രവർത്തിച്ചതാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കളിയാക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നേരിട്ട് ഒരു കണ്ണാടി ഒന്നും കാണാനില്ല, ഒരു ഫോട്ടോ എടുക്കാനൊന്നില്ല, മനസ്സിലായോ? അപ്പം 10-60 വർഷം മുമ്പാ. അപ്പം അത് വിശ്വസിച്ച് ചില ബുദ്ധികളായ കൂട്ടുകാരുണ്ടായിരുന്നു. അവരെന്നെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്ക് വലിയ വിഷമം തോന്നുമായിരുന്നു. അമ്മയുടെ അടുക്ക വന്ന് കരയും പറയുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ചിലർ പറഞ്ഞു തുടങ്ങി ഈ സിനിമ കണ്ടപ്പോൾ, ഇതാണ് എനിക്ക് അത്ഭുതം. അങ്ങനെയാണ് എനിക്ക് ആത്മഹത്യ പ്രവണതയിൽ നിന്ന് ഞാൻ മാറിയത്. അപ്പം വളരെ പ്രിയപ്പെട്ട ആളുകൾ, വിശ്വസനീയമായ ആളുകൾ ചില പടങ്ങളും ഒക്കെ കൊണ്ടുവച്ച് കാണിക്കുകയും ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എന്നിട്ടും പൂർണ്ണമായിട്ട് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്തൊരു അനുഭവം, ഒരിക്കലും എൻ്റെ ഒരു വാർത്ത കേരളകൗമുദി പത്രം റിപ്പോർട്ട് ചെയ്തു. അത് ഫ്രണ്ട് പേജിൽ ആയിട്ട് തന്നെ. ഇത് കണ്ടുകൊണ്ട് മാവേലിക്കെതിരെയുള്ള ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു LIC ഏജന്റാണ്. അദ്ദേഹം എന്നെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുജൻ ഇതുപോലെ മാനസികമായ പ്രയാസം, ഭംഗിയില്ല എന്നുള്ള മാനസിക പ്രയാസത്തിലിരിക്കുക, അയാളെ ഒന്ന് സമാധാനപ്പെടുത്തുന്നു, സാറൊന്ന് അവിടെ വരെ വരണം എന്ന് പറയുകയും എന്നെ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം കാറിലൊക്കെ വന്ന് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അനുജനെ പരിചയപ്പെടുത്തു. അനുജനുമായിട്ട് അല്പസമയം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്നെ ഇവിടെ കൊണ്ട് വിട്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ അനുജന് വളരെ മാറ്റമുണ്ട്. അങ്ങനെ നസീർ മൂലം എൻ്റെ ജീവിതവും രക്ഷപ്പെട്ടു, എൻ്റെ ജീവിതം മൂലം മറ്റൊരാളുടെ ജീവിതവും രക്ഷപ്പെട്ടു. അങ്ങനെ എനിക്ക് പ്രേം നസീറുമായിട്ട് വലിയൊരു കടപ്പാടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ലോകത്ത് എനിക്ക് വേറെ ആരോടുമില്ല. ഒരുപാട് മഹാന്മാരെ ഞാൻ ആരാധിക്കുന്നു, വായിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ജീവിതത്തിനൊരു പരിണാമം ഉണ്ടാക്കിയ ഒരാൾ വേറെയില്ല.
മനസ്സിലായി. ഗാനഗന്ധർവനെ ഞാൻ ഒറ്റ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും പി സുശീലാമ്മയുടെ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവരെല്ലാം ഞാൻ കൊണ്ടുപിടിച്ച് ആരാധിക്കുന്നതാണ്. സ്വാമി വിവേകാനന്ദന്, കാളിദാസ മഹാകവി, ഇവരെയൊക്കെ ഷേക്സ്പിയർ, ഇവർ. അപ്പം അവർക്കാർക്കും അവരുടെയൊക്കെ വചനങ്ങളിലൂടെ എനിക്കും അല്ലെങ്കിൽ പാട്ടുകളിലൂടെ എനിക്ക് വലിയ സന്തോഷം കിട്ടി എന്നുള്ളതല്ലാതെ ഇങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പിടിച്ചു കയറ്റാൻ പ്രേം നസീർ മാത്രമേ കഴിഞ്ഞുള്ളൂ. കുമാരനാശാൻ്റെ വലിയ ആരാധനയായിരുന്നു കവിതയിൽ. അപ്പോൾ ഒരിക്കലും ഞാൻ കുമാരനാശാൻ്റെ വീട് തോന്നിക്കൽ പോയി കണ്ടിട്ട് അടുത്തതായിട്ട് പ്രേം നസീറിൻ്റെ വീട്ടിലേക്ക് പോയി. ഈ രണ്ട്, അപ്പോൾ കുമാരനാശാൻ്റെ കൊച്ചൊരു കുടില്, മഹാകവിയുടെ കൊച്ചൊരു കുടില്. അത് കഴിഞ്ഞിട്ട് പ്രേം നസീറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു മണിമാളിക. അപ്പോൾ ഇത് തമ്മിൽ എനിക്ക് രണ്ടുപേരും ഒരുപോലെ എൻ്റെ മനസ്സ് സ്ഥാനം നേടിയത്. അപ്പോൾ ആ ഒരു വിസ്മയം ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ആ രണ്ട് വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും പെട്ടെന്ന് എത്തിയ ഒരു അനുഭവം എനിക്കുണ്ട്. നസീർ സാറിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു തവണ കണ്ടിട്ടുണ്ട്, ആദ്യം അവസാനമായിട്ട് ഒരു തവണ. അത് ഏത് വർഷം? അത് അദ്ദേഹം മരിക്കുന്നതിന് ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പാണ്. ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ അങ്ങോട്ട് പഠിക്കുമ്പോൾ മാവേലിക്കര ബിഷപ്പ് മൂട് കോളേജിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ കായംകുളത്ത് ഇദ്ദേഹം വരുന്നു. അന്ന് പത്മഭൂഷണൊക്കെ നേടി വലിയ നാട് മുഴുവൻ സ്വീകരണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കായംകുളത്തൊരു പരിപാടിക്ക് എൻ്റെ കവിയരങ്ങും ഉണ്ടായിരുന്നു. ഞാനും കവിയരങ്ങൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്. 8 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഒരു 10-11 മണിയായിട്ടാണ് വന്നത്. അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുമായിരുന്നു, കവിയരങ്ങിന് പങ്കെടുത്ത സ്റ്റേജിൽ നിൽക്കുമായിരുന്നു. വലിയ തിരക്കായി എല്ലാവരും കൂടെ. അപ്പം ഞങ്ങളെയൊക്കെ ഇറക്കി ഞങ്ങൾ മുമ്പിലോട്ട് പോയി ഇരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ ഒരു പയ്യനാണെന്ന്, ഞാൻ തീരെ ഉണക്ക പയ്യൻ. അപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ വന്നിരുന്നു. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അഴക്കൂട്ടത്തിൽ എന്നെ ഒന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് ശ്രദ്ധിച്ചതായിട്ടാണ് അദ്ദേഹം ശ്രദ്ധിച്ചെന്നെ. അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടെ അദ്ദേഹത്തെ നോക്കി ചിരിക്കും. അപ്പോൾ അദ്ദേഹം ഗൗരവത്തിൽ ഇങ്ങനെ തിരിയുക. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ അദ്ദേഹം വീണ്ടും തന്നെ അങ്ങനെ 2-3 തവണ ഒന്ന് കാണാം. പക്ഷെ മിണ്ടാനോ അദ്ദേഹത്തിൻ്റെ അടുക്കെ ചെല്ലാനോ ഒന്നും സമയം കിട്ടില്ല. കാരണം 10-11 മണിയായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങാൻ 11 മണിയോളം ആയി. അപ്പോഴത്തെ ഇവിടെ എൻ്റെ അച്ഛനും അമ്മയോട് പറയാതെ ഞാൻ പോയതാണ്. ഇവര് വെപ്രാളപ്പെടും. അന്ന് സൈക്കിളിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ അന്വേഷിപ്പിക്കാൻ ഒരാളിനെ വിടുകയും ചെയ്തു. തിരക്കി ആളുകൾക്ക് വന്നു. ഞാൻ പിന്നെ അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റപ്പോഴത്തേക്ക് എനിക്കിങ്ങ് പോരേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹത്തോട്ട് സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ അധികം അത് അന്ന് ചിറയൻകീഴിലായിരുന്നു. എനിക്ക് അവിടം വരെ ഒന്നും പോകാനുള്ള അറിയാനൊന്നും പയ്യന് അങ്ങനെ ഒന്നും ഇവിടത്തൊന്നുമില്ല. അപ്പം അദ്ദേഹത്തെ പോയി കാണാനൊന്നും പറ്റിയില്ല. എന്നാൽ വളരെ കാലം കഴിഞ്ഞിട്ട് 2011-12 ചിറയൻകീഴ് പ്രേം നസീർ മെമ്മോറിയൽ സ്കൂളിൽ എൻ്റെ ഒരു വാർത്ത സൂര്യ TV കണ്ടുകൊണ്ട് അവരെന്നെ വിളിച്ചു. അവിടുത്തെ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെന്നു. വലിയ ഗംഭീരമായിട്ട് സ്വീകരണമൊക്കെ തന്നു. ഞാൻ പരമാവധി വൃത്തിയായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ പറ്റിയും എൻ്റെ അനുഭവങ്ങളൊക്കെ കുറേയൊക്കെ പറഞ്ഞു. സദസ്യർക്കൊക്കെ വലിയ ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ ഒരു ഛായാചിത്രം HMൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട് വലുത്. അതിൻ്റെ മുമ്പിലിരുന്ന ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനം ഒക്കെ പോയി കണ്ടു. അങ്ങനെ ഒരു അനുഭവം ചിറയൻകീഴിലുണ്ട് വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ നസീർ സാറിനെ കാണുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞല്ലോ, അതിനൊക്കെ ശേഷമാണോ സാറിനെ പറ്റിയിട്ട് ആ ഒരു സാദൃശ്യത്തിനെ കുറിച്ചൊക്കെ എല്ലാം പത്രത്തിൽ വന്നത്? അല്ലെങ്കിൽ ആണല്ലേ, അതിന് ശേഷമാണ്. നസീർ സാറിന്റെ മരണത്തിന് ശേഷമാണ്. ഓ, അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ഇങ്ങനെ നോക്കിയത് ചിലപ്പം സാറിന് ഒരു ഛായ എന്തെങ്കിലും തോന്നിക്കാണും. ആരെ നോക്കാതെ തന്നെ 2-3 തവണ അദ്ദേഹം പ്രത്യേകിച്ച് നോക്കിയല്ലേ. പക്ഷെ എനിക്ക് മിണ്ടാൻ പറ്റിയില്ല എന്നുള്ളത്. പിന്നീട് ഒരു വലുതാകുമ്പോൾ പോയി കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവിക്കുക അകാലത്ത് അദ്ദേഹം ഒന്ന് പൊലിഞ്ഞു പോകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അങ്ങനെ ഒരു ദുഃഖ വാർത്തയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ പറ്റി. അദ്ദേഹത്തിന്റെ സ്കൂളിൽ സ്വീകരണം കിട്ടി. എല്ലാവരും ആ ഒരു പേരില് അല്ലേ, സന്തോഷമാണ്. പിന്നെ ഇദ്ദേഹം സാറിന്റെ സ്കൂൾ ഏതായിരുന്നു? റിട്ടയർ ചെയ്യുമ്പോഴുള്ള സ്കൂൾ ഏതായിരുന്നു? രാമപുരം സ്കൂളിലായിരുന്നു. നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ് അല്ലേ? മൂന്ന് തവണ വ്യത്യസ്തമായ അവാർഡ്. സംസ്ഥാന അധ്യാപക അവാർഡ്, പിന്നെ ഗ്ലോബൽ ടീച്ചർ അവാർഡ്, പിന്നെ ശിക്ഷക് രത്ന അവാർഡ്. സ്കൂളിലെ പിള്ളേരൊക്കെ ഇത് സാറിന് ഐഡന്റിഫൈ അവർക്ക് എപ്പോഴും ഞാൻ ഈ കവിതകളാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ പാട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സാറേ നസീറിനെ ഒന്ന് എടുക്കുക, സാറേ നസീറിനെ എടുക്കുന്നു. ഞാൻ പറഞ്ഞു നസീറിനെ എടുക്കാൻ എനിക്ക് പൊക്കാൻ ഒക്കുമോ എന്നുള്ള കാര്യം പ്രയാസമാണ്. സാറേ അങ്ങനല്ല പറഞ്ഞൊന്ന് അതൊക്കെ ഒന്ന് കാണിക്കൂ, ഇങ്ങോട്ട് വരൂ അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ പാഠഭാഗങ്ങളിലെ ഡയലോഗുകളൊക്കെ ചിലപ്പം അങ്ങനെ ഈ ചില ശകുന്തളയുടെയും ദുഷ്യന്തന്റെ ഒക്കെ പാഠം എടുക്കുമ്പോൾ മലയാള അധ്യാപകനായിരുന്നു. അപ്പൊ ആ ദുഷ്യന്തന്റെ ഭാഗമൊക്കെ വരുമ്പോൾ ഞാൻ പ്രേം നസീറിന്റെ ആ ഓർക്കുകയും
അതിനനുസരിച്ച് പാട്ട് മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാന് അതുമൊക്കെ പാടിക്കൊണ്ട് എനിക്കൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് പിള്ളേർക്ക് അങ്ങ് ആവേശമാണ്. പക്ഷെ അതുകൊണ്ട് എന്താ അടുത്ത ക്ലാസ്സിന് ശല്യമാവും. എന്ന് വഴക്ക് പറയും. പക്ഷെ സാറ് പഠിപ്പിക്കുന്ന പിള്ളേർ മറന്നു പോകത്തില്ല. അതില്ല, മറക്കത്തില്ല. പക്ഷേ ഈ സ്കൂളുകാർക്ക് പ്രയാസമാവാറുണ്ട് പലപ്പോഴും. മറ്റ് ക്ലാസ്സുകാർക്ക് ശല്യമാവും. ഇവിടെ പാട്ടും ബഹളവും കയ്യടിയും. ഇപ്പൊ മാലിന്യ നദിയിലൊന്ന് പാടാൻ പറഞ്ഞ പറ്റുമോ? അത് ഞാനും വൈഫും കൂടെ ഇപ്പൊ ചില ഗാനങ്ങളൊക്കെ പാടാറുള്ളത്. ഈ സംഭാഷണവും പാട്ടും കൂടെ എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ്. ഈ പ്രസംഗത്തിന്റെ സംസാരത്തിന്റെ ഇടയ്ക്ക് പാട്ട് പാടുക എന്ന് പറയുന്നൊരു അതിന് അല്ലെ നമ്മൾ സാവകാശമൊക്കെ എടുത്തിട്ട് കൗതുകകരമായ ചില അനുഭവങ്ങളും എനിക്ക് നസീറിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതെന്തായിരുന്നു? ഞാൻ ഈ രചനകള് പത്രങ്ങൾക്കും മാസികകൾക്കും ഒക്കെ കൊടുക്കും. അപ്പോൾ ഒരു പ്രമുഖ വാരികയ്ക്ക് ഞാനൊരു ലേഖനം വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു പാഠവും കൂടെ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ എഡിറ്റർ എന്നെ വിളിച്ചിട്ട് എന്നെ തെറി പറയാൻ തുടങ്ങി, പറയാൻ ശകാരിക്കാൻ തുടങ്ങി. ഇയാളെന്തോ ആടോ നിങ്ങളുടെ ലേഖനം വെച്ചിട്ട് പ്രേംനസീറിൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു തന്നു എന്നായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടോ അത് എൻ്റെ ഫോട്ടോയാ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇടത്തില്ല, ഇട്ടില്ല. അയാൾ ആ ഫോട്ടോ ഇല്ലാതാ ലേഖനം ഇട്ടത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലയിടത്തൊക്കെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പയ്യൻ എതിരെ വരുന്ന ഒരു പയ്യൻ എന്നെ കണ്ടുകൊണ്ട് പിറു പെറുക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താണ് നീ? ഞാൻ വിളിച്ചു, സൈക്കിളെ വരും. നിങ്ങളെ കണ്ടിട്ട് നസീർ സാറിന് ഉണ്ട് ഒരു ഇത്. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. പിന്നെ പത്തനംതിട്ടയിലൊരു രമേശ് ആനപ്പാറ എന്ന് പറഞ്ഞൊരു KSRTC ജോലി ചെയ്യുന്ന ഒരാൾ തിരുവനന്തപുരത്ത് വെച്ച് എന്നെ കണ്ടായിരുന്നു. ഒരു ഫംഗ്ഷന് ആകാശവാണി ശ്രോതാക്കളുടെ കാഞ്ചീരവം എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്, അതിൻ്റെ പരിപാടിക്ക്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ എന്നെ ഒന്ന് പരിചയപ്പെടുകയും ഇങ്ങനെ ഈ സവിശേഷത പറയും. എന്നെ കൊണ്ടൊരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുപ്പിക്കും. എന്നിട്ട് അത് താലിപ്പൂ പീലിപ്പൂ ആ പാട്ട് ചേർത്തിടുകയും ഒക്കെ അത് ഒരുപാട് പേര് കാണുകയും. ആ പുള്ളിയാണ് ഇപ്പൊ എന്നെ പറ്റി ഒരു സ്മരണിക ഇപ്പൊ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ഖാദർ എന്ന് പറഞ്ഞ ഒരു ആള്, ഞാനൊരു വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ പുള്ളി ഇതുപോലെ വലിയ കൗതുകത്തോടെ അത്ഭുതത്തോടെ ഇത് പറഞ്ഞിട്ട് പുള്ളി പലരോടും പറഞ്ഞു, ഞാനിങ്ങനെ പ്രേംനസീറിന്റെ സാമ്യമുള്ള ഒരാളിനെ കണ്ടു, അതായത് എന്നൊക്കെ. അങ്ങനെ കുറേ അനുഭവങ്ങൾ. പിന്നെ ചില കളിയാക്കലുകളും കിട്ടിയിട്ടുണ്ട്. ചീത്തവിളിയും വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാനുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അത് ഇട്ടിട്ട് തന്നെ ചിലർക്ക് അത്ര രസിക്കുന്നില്ല, കളിയാക്കല് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇല്ല നമ്മളതെ അല്ല, അത് നമുക്ക് അറിയാമല്ലോ. അത് നമുക്കൊരു അവര് ആന്തരികമായിട്ടൊരു പ്രോത്സാഹനമാണ്, മനസ്സിലായി അവർക്കത്. പിന്നെ വേറെ ഒന്ന് രണ്ട് കുറെ ആരാധികമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അത് ഈ പത്രമാസികളിൽ എന്റെ ലേഖനങ്ങളൊക്കെ കണ്ടായി പറയുന്നത്, മനസ്സിലായി. അങ്ങനെ അല്ലാതെ അതല്ല സിനിമ അങ്ങനെ വന്നില്ല. പിന്നെ സിനിമയിൽ എനിക്ക് 2-3 സിനിമയിൽ അഭിനയിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു, ചിലരെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ ജന്മ അസുഖക്കാരനാണ് ഞാൻ. ഒരു അലർജി പിടിച്ച ഒരാളാണ്. അലർജിയുടെ അസുഖമുണ്ട്. പിന്നെ ഇടയ്ക്ക് ടൈഫോയിഡ് വന്ന് മരിച്ചതാ. 15 ദിവസം ബോധം ഇല്ലാതെ ആശുപത്രി കിടന്ന് മരിച്ചു എന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാം വിധി എഴുതുക. പിന്നെ എങ്ങനെയോ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വരികയും ഒരുപാട് അസുഖം, വയറ്റിലസുഖം, മൂക്കിലസുഖം, ചെവിയിലസുഖം, ഇങ്ങനെ പല പല അസുഖങ്ങളുടെ ഒരു ഘോഷയാത്ര അകമ്പടിയോട് കൂടിയാണ് ഞാൻ. എങ്കിലും ഇത്രയും കാലമായിട്ട് മരിച്ചില്ല എന്നുള്ളത് മാത്രം വളരെ. ഇപ്പൊ പ്രേംനസീറിനേക്കാളും വയസ്സായി. പ്രേംനസീർ 63 വയസ്സോളം ഉള്ളായിരുന്നു. എനിക്കിപ്പോ 64 വയസ്സായി. മനസ്സിലായി. നസീർ സാറ് പാടി അഭിനയിച്ചിട്ടുള്ള ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാല്, ഒരു പറക്കകത്ത് കുറേ രത്നങ്ങൾ കൊണ്ടുവെക്കുന്നു. ഇതിലേതാ ഇഷ്ടം എന്ന് വെച്ചാൽ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് മേളിലിരിക്കുന്നതായിരിക്കും എടുത്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊക്കെ ഓടി വന്ന് കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂങ്കുട തീർത്തു ആരിലും അവയുടെ സൗരഭം ആളിപ്പടരും ഒരു ഉന്മാദം എന്ന് പഞ്ചവൻകാട് എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത് ഗാനഗന്ധർവൻ പാടിയ ആ പാട്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് നസീറിൻ്റെ ആ വാളുമൊക്കെ പിടിച്ചുകൊണ്ടുള്ള ആ വരവും ആ മുഖഭംഗിയും ആ വനത്തിന്റെ പശ്ചാത്തലവും പിന്നെ യേശുദാസിന്റെ സ്വരമാതിരിയും അതിനകത്തൊരു മൃഗയൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് പറയുമ്പോഴേ യേശുദാസും പ്രേം നസീറും ഒന്നായിട്ടായിരുന്നു ഞാൻ കൊച്ചിലെ കരുതിയിരുന്നത്. രണ്ടുപേരും ഒരാളായിട്ടാണ് കാണുന്നത്. യേശുദാസിന്റെ പാട്ട് കേൾക്കുമ്പോൾ എല്ലാം നസീറിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, മനസ്സിലായി. അപ്പൊ അവരുടെ സ്വരം അങ്ങ് അഭിന്നമായിരുന്നു, സംപൃക്തം എന്ന് പറഞ്ഞാൽ ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു രൂപത്തിന് പറ്റിയ, ആ സുന്ദരമായ രൂപത്തിന് പറ്റിയ സുന്ദരമായ ശബ്ദം.
ഇതിലെ യേശുദാസിൻ്റെ കലയാണോ വലുത്, പ്രേംനസീറിൻ്റെ കലയാണോ സൗന്ദര്യമുള്ളതെന്ന് ചോദിച്ചാൽ ഉഷസ്സിനാണോ സൗന്ദര്യം, സന്ധ്യയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ചുറ്റും ഇതുപോലെയാണ്. പ്രേംനസീറാണോ എൻ്റെ കൂടുതൽ ആരാധ്യ പുരുഷൻ, യേശുദാസാണോ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ മതി. കാരണം അവർ ആ ഈശ്വരൻ്റെ നിയോഗം നോക്കണേ. അവരെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. ഒരു കാലം കഴിഞ്ഞിട്ട് ഒരാൾക്ക് ശേഷമാണ് ഇപ്പോൾ യേശുദാസ് ഇപ്പോഴാണ് വരുന്നതെങ്കിലും ആ സുന്ദരമായ പാട്ടുകളെല്ലാം ആ സുന്ദര രൂപത്തിന് നഷ്ടപ്പെട്ടതിന് ഇവർ ചേർത്തി, ഒപ്പം ദേവരായ മാഷും വയലാറും, ഈ 4 പേരും കൂടെ ചേർത്ത് തന്ന ആ അനുഭൂതി പ്രപഞ്ചമുണ്ടല്ലോ, അഭൗമമായ പ്രപഞ്ചമാണ്. ഇത്ര അനുഭൂതി എനിക്ക് കലയിൽ, കേരളീയ കലയിൽ മറ്റെങ്ങൊന്നും കിട്ടിയിട്ടില്ല. ഈ 4 പേരും കൂടെ ചേർന്ന് പ്രേംനസീർ, യേശുദാസ്, വയലാർ രാമവർമ്മ, ദേവരാജ മാഷ്. പിന്നെ സ്ത്രീകളുടെ കാര്യം കൂടെ പറഞ്ഞാൽ പി സുശീല എന്ന് പറയുന്ന പാട്ടുകാരി. യേശുദാസിനും പ്രേംനസീറിനും യേശുദാസിനും വലിയ ഇഷ്ടമായിരുന്നു സുശീലാമ്മ. യേശുദാസിൻ്റെ ഏറ്റവും ഇഷ്ടകാരിയാണ് സുശീലാമ്മ. എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു 4-5 പേര് എൻ്റെ മനസ്സിനെ ഇളക്കി മറിച്ചിരുന്നു സിനിമാ രംഗത്ത് അക്കാലത്ത്. പിന്നെ സാഹിത്യ രംഗത്ത് വേറെ ആളുകൾ. അതെ, അങ്ങനെ. പിന്നെ നസീറാണോ യേശുദാസാണോ കൂടുതൽ കലാകാരൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും ചുറ്റിപ്പോകും. ആർക്കും ഉത്തരം പറയാനൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് ചോദിച്ചാൽ ഉഷസ്സാണോ സാൻസന്ധ്യ ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളെല്ലാവരും ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾക്ക് ഇദ്ദേഹത്തെ നമ്പൂതിരി സാറിനെ പരിചയപ്പെടാനും നമുക്ക് ഈ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാനും, ഇദ്ദേഹം ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചല്ലോ, അപ്പോൾ അതിനെ പറ്റി ഒരു ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ നമുക്ക് സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് സാറേ. അതിലേറെ സന്തോഷം വളരെ മനോഹരമായിട്ട് മലയാളം കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ സാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. നിങ്ങൾക്കും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത്രയ്ക്ക് രസമായിട്ടാണ് സാറിൻ്റെ മലയാളം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. സാറിൻ്റെ പ്രോഗ്രാമുകളും സാർ നടത്തുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, എന്തായിരുന്നു അത്, മലയാള മാധുരി, അതെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാ ആശംസകളും. ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിനും താങ്ക് യു സോ മച്ച്.